ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഉണ്ടല്ലോ പോട്ടി മിക്സും കൂടെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് ടൈപ്പ് പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് കാണിക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് അല്ല, രണ്ട് ടൈപ്പ് പോട്ടി മിക്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അഗ്ലോണിമയ്ക്കുള്ള പോട്ടി മിക്സും കാണിക്കുന്നുണ്ട്, ബിഗോണിയയ്ക്കുള്ള പോട്ടി മിക്സും കാണിക്കുന്നുണ്ട്. കാരണമേ നമ്മളിപ്പോൾ 2 ആഴ്ച മുമ്പ് ബിഗോണിയ പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുറേ പേർക്ക് സംശയമാണ് ഇതെങ്ങനെയാണ് ബിഗോണിയ പ്ലാന്റ്സ് നടുന്നത്. ചിലവരൊക്കെ ഇത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഒത്തിരി വളങ്ങളും എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇങ്ങനെയുള്ള കയ്യിൽ കിട്ടാവുന്ന എല്ലാ വളങ്ങളും ചേർത്ത് നട്ടിട്ട് ചെടി ചീത്തയായി പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കാണിച്ചു പോകാം കേട്ടോ പോട്ടി മിക്സ്. അപ്പോൾ ഞാനൊന്ന് നട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വേഗം തന്നെ കാണിച്ചു പോകാം. എന്നിട്ട് വീഡിയോയുടെ അവസാനം ഈ പോട്ടി മിക്സ് നടുന്ന വിധവും നമ്മൾ കാണിച്ചു പോകാം. അഗ്ലോണിയ പ്ലാന്റ്സും നട്ട് കാണിക്കാം, ബിഗോണിയ പ്ലാന്റ്സും നട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകളൊക്കെ നടാനൊക്കെ വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വേഗം തന്നെ കാണിച്ചു പോകാം. കലാത്തിയ റാറ്റ് സ്നേക്ക് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പോട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ കലാത്തിയ ഇതേതാ നമ്മുടെ വെറൈറ്റി ബ്യൂട്ടി സ്റ്റാർ വലിയ പ്ലാന്റ്സാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, കുറച്ച് പ്ലാന്റ്സുകളൊക്കെ കൂട്ടി വെച്ചിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ബ്യൂട്ടി സ്റ്റാർ സ്റ്റോക്കിലുള്ളത്. പിന്നെ നമുക്ക് ഇത് സ്റ്റോക്കിലുണ്ട്, നമ്മുടെ ഓർബിഫോളിയോ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇതാ ഇങ്ങനെ കേട്ടോ, ഈ ഉള്ള ഒരു വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ്സുകൾ. അപ്പോൾ ഇങ്ങനെ വെക്കണ കാരണം ഞാനൊന്ന് മാറ്റി വെച്ചേക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ആന്തൂറിയം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. റെഡ് കളർ ആന്തൂറിയം നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നന്നായിട്ട് വേരൊക്കെ വന്നേക്കുന്ന നല്ല പ്ലാന്റ്സുകളായിട്ടോ സ്റ്റോക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി ഫിലാഡൻഡ്രോൺ സൺറെഡ് ഇത് കണ്ടോ, ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ കുപ്രിയ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അസ്ലാനി എന്നാണ് പറഞ്ഞത്, ഇത് കുപ്രിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കുപ്രിയ അല്ലെങ്കിൽ അസ്ലാനി ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചിലവർക്ക് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഈ ഒരു സൈസിലുള്ള അസ്ലാനി എന്നാണ് ഞാൻ കാറ്റലോഗിൽ ഇട്ടേണ്ടത്. ചിലവർ പറഞ്ഞത് കുപ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ അറിയാവുന്നവർ ഒന്ന് അതനുസരിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. പിന്നെ നമുക്ക് ഇത് നമ്മളുടെ സ്റ്റോക്കിലുണ്ട്, നമ്മളുടെ പീസ് ലില്ലി. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മാറ്റി നടാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ചിലതിൽ 2 പൂക്കളായിരിക്കാം, ചിലതിൽ 1 പൂക്കളായിരിക്കാം, അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് സ്റ്റോക്കിലുണ്ട്, ക്രിപ്റ്റാന്തസ് സ്റ്റോക്കിലുണ്ട്, ഈ ഒരു സൈസിലുള്ള ഇത്. പിന്നെ ജാക്വലിൻ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ. ഈ ഒരു സൈസിലുള്ള സെയിം പ്ലാന്റ് ആയിരിക്കും. 2 ബേബി പ്ലാന്റും 2 ചെറിയ ബേബി പ്ലാന്റും ഈ ഒരു വലിയ പ്ലാന്റും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ജാക്വലിൻ എന്നാണ് പേര്. ഈ ഒരു സൈസ്. ഒരെണ്ണം മാത്രം സ്റ്റെം മാത്രം ഇങ്ങനെ നീണ്ടു പോയേക്കുവാണ്. പിന്നെ നമ്മളുടെ ബാമ്പിനോ സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഇത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അലക്വേഷ്യ വെറൈറ്റിയാണ് ഇത് രണ്ടും സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ മോൺസ്റ്റേറ ഡെലൂസിയോസ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫെനസ്ട്രേഷനൊക്കെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലീഫിനൊക്കെ വന്നോളൂ കേട്ടോ. ഇതിനൊക്കെ ഫെനസ്ട്രേഷൻ കണ്ടോ, ഹോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. പിന്നെ അഗ്ലോണിമ വെറൈറ്റി ഇപ്പം നമുക്ക് സ്റ്റോക്കിലുള്ളത് ഈ ഒരു സൈസിലുള്ള ഏകദേശം ഇതിലും വലുതാണ് കേട്ടോ. ഏറ്റവും ചെറുതാണിത്. ഞാനിത് നട്ട് കാണിക്കാൻ വേണ്ടി എടുത്തതുമാണ് കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് കേട്ടോ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബാക്കി നമുക്ക് മണ്ണിൽ വരുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, ഗോൾഡൻ കാസ്കേഡ്, മിൽക്കി ബാംബൂ, മിൽക്കി വേ, അതൊക്കെ സ്റ്റോക്കിലുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ല, വാട്സപ്പിൽ വന്ന് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി.
ഇനി നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരട്ടെ. ഇതിന് വേണ്ടിയിട്ട് ഇത് നമ്മളുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണ് ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സാണ് എടുക്കുന്നത് കേട്ടോ. 2 ടൈപ്പിലാണ് ഞാൻ കൊക്കോപീറ്റ് മാത്രമായിട്ടുള്ള പോട്ടി മിക്സ് കാണിച്ചു തരാം. അതല്ലാതെ നമുക്ക് മണ്ണ് മാത്രമുള്ള പോട്ടി മിക്സും കാണിച്ചു തരാം കേട്ടോ. മണ്ണും കൊക്കോപീറ്റും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇതിപ്പോൾ വന്നേക്കുന്നത്, ഈ പ്ലാന്റ് വന്നേക്കുന്നത് എന്താ, ഇത് നോക്കിയേ, കൊക്കോപീറ്റിലാണ് പ്ലാന്റ് വന്നേക്കുന്നത്. ഇത് നന്നായിട്ട് വേരൊക്കെയുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് വേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോട്ടി മിക്സ് എടുത്തേക്കുന്നത് ഇങ്ങനെയാണ് പോട്ടി മിക്സ് വരുന്നത്. ഇതിൽ മണ്ണും നല്ല കൊക്കോ ചിപ്സുകളാണ് ഞാൻ ചേർത്തത്. ഇത് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ, സ്ഥിരം തയ്യാറാക്കി വെച്ചേക്കണം. എപ്പോഴും നമുക്ക് പ്ലാന്റ്സുകൾ മാറ്റി നടാനുണ്ടാവില്ല. ഇത് കണ്ടോ, കൊക്കോ ചിപ്സിൻ്റെ കഷ്ണങ്ങളാണ്. കുറച്ച് മാത്രം കൊക്കോ ചിപ്സുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മളുടെ ചാർക്കോള്, കരിക്കഷ്ണങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. മണ്ണിൽ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചേർക്കാം. പിന്നെ പെർലൈറ്റ്, ഈ വെളുത്ത് കാണുന്നതുണ്ടല്ലോ, ഇത് പെർലൈറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് മണ്ണും കൊക്കോ ചിപ്സും പിന്നെ ചാർക്കോള്, പിന്നെ പെർലൈറ്റ്, പിന്നെ ഇളക്കമുള്ള കുറച്ച് മണൽ രീതിയിലുള്ള അങ്ങനത്തെയും കൂടെ തരിയുള്ള മണ്ണും കൂടെ ചേർത്തിട്ടുണ്ട്. അത് അങ്ങനെയാണ് കേട്ടോ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയേക്കുന്നത്. ഇതിൽ വളങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പ്ലാന്റുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. ചിലവർ എല്ലുപൊടിയൊക്കെ ചേർക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലുപൊടി ഒന്നും ചേർക്കണ്ട, ചാണകപ്പൊടിയും ചേർക്കണ്ട. ഇത് ഒന്ന് പിടിച്ച് വരട്ടെ, അതിന് ശേഷം നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് നമ്മളിത് എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി സ്നേഹമായി കഴിയുമ്പോഴത്തേക്കും ചെടികളൊക്കെ ചീത്തയായി പോകും. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഒരു 4 ഇഞ്ച് പോട്ടാണ് എടുത്തത്. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. ഇതിലും ചെറിയൊരു പോട്ടുണ്ടെങ്കിൽ അതും മതിയാവും. ഇത് 3 ഇഞ്ച് പോട്ടാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ 4 ഇഞ്ച് പോട്ടിലേക്ക് നടന്നു. ഇതിൽ ഒത്തിരി വലിയ പോട്ടിലേക്ക് ആയിക്കഴിഞ്ഞാലും ഒത്തിരി മണ്ണാവുമല്ലോ, മണ്ണ് ഒത്തിരി വരുമല്ലോ ആ പോട്ടിൽ. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ചെടികളുടെ വേര് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മാക്സിമം ഈ ഒരു സൈസിലുള്ള പോട്ട് എടുത്താൽ മതിയാവും കേട്ടോ. 4 ഇഞ്ച് പോട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണ് നിറയ്ക്കുക. നല്ല ഹോളുള്ള പോട്ടും വേണം കേട്ടോ, അത് ഓർത്തിരിക്കുക. നിങ്ങൾ എടുക്കുന്ന പോട്ടിൽ ഈ ടൈപ്പ് പോട്ടായിരിക്കാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പോട്ടിൻ്റെ അടിഭാഗത്ത് ഇനി ഹോള് കുറവാണെങ്കിൽ കൂടുതൽ ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഡ്രെയിനേജുള്ള പോട്ട് തന്നെ ആയിരിക്കണേ. അപ്പോൾ അതിലേക്ക് പോട്ടി മിക്സ് ഞാൻ നിറയ്ക്കുവാണ്. ഒരു കുറച്ച് ഇത് നിറച്ചതിന് ശേഷം ഇങ്ങനെ നട്ട് കൊടുക്കുക കേട്ടോ. ഇത് നട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് നിറച്ച് അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കേട്ടോ, ഇത്രയും മതി. ചെടി അങ്ങനെ ആടാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പോട്ടി മിക്സാണ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പിന്നീട് ചെടികളൊക്കെ വളർച്ച വരുമ്പോഴത്തേക്കും ഒരു ഇലയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ലിക്വിഡായിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. NPKയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വളങ്ങൾ കൊടുക്കാം. അപ്പോൾ ഈ ഈസി ആയിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞു. നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടിയിൽ കൂടെ വരാവുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ, വെള്ളം വരുന്നുണ്ട്. ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെള്ളം കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമൊന്നും കൊടുത്താൽ അഗ്ലോണിമേനെ കൊന്നു കളയണ്ട. കുറച്ച് മാത്രം ആഴ്ചയിൽ നോക്കിയതിന് ശേഷം പോട്ടി മിക്സ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം മണ്ണിൽ നടുന്ന രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് നമുക്ക് ഇത് മാറ്റി വെക്കട്ടെ. അടുത്തത് നമുക്ക് വരുന്നത് കൊക്കോപീറ്റിൽ നമ്മൾ മാത്രം നടുന്നതാണ്. കൊക്കോ ചിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നടുന്നതാണ്. ഇത് നോക്കിയേ, ഞാൻ കൂടുതലും ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ബിഗോണിയ പ്ലാന്റ്സ് ആണ്. നമ്മൾ കൊണ്ടുവന്ന് നടുമ്പോഴത്തേക്കും അത് ഒത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ ബിഗോണിയ പ്ലാന്റ്സ് ചീത്തയായി പോകും. ഞാൻ പറഞ്ഞു ബിഗോണിയ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു 3 ആഴ്ച മുമ്പ് നട്ട പ്ലാന്റാണ്. ഇത് നോക്കി നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, കട്ടിങ് ആണ് നട്ടത് കേട്ടോ, ഒടിച്ചിട്ട് അങ്ങനെയാണ് നട്ടത്. ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ്. നമ്മൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നതല്ല, എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് നന്നായിട്ട് ഇത് കാണും, നോക്കുക, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പുറത്താണ് കേട്ടോ വെച്ചത്, മഴയത്ത് തന്നെ വെച്ചേക്കുന്നത് നട്ടതിന് ശേഷം. ഇത് നോക്കിയേ, നമുക്ക് നന്നായിട്ട് ഇതേ കണ്ടോ വെള്ളം ഒഴുകുന്നത് കണ്ടോ, നന്നായിട്ട് വെള്ളം ഒഴുകുകയാണ്. അതായത് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം പോകും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഒരു നനവ് വേണം ഈ നമ്മളുടെ ബിഗോണിയയ്ക്ക്, എന്നാലാണ് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ നട്ടതിന് ശേഷം നേരെ മഴയത്തേക്ക് വെക്കണം. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നട്ടേക്കണത്. ഇതൊക്കെ അങ്ങനെ തന്നെ നട്ടേക്കണതാണ് കേട്ടോ. ഈ ഒരു പോട്ടി മിക്സ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്.
വിട്ടു പോരുന്നില്ല. അത് നോക്കിയേ, നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് നട്ടത് ഒരു 3 ആഴ്ച പരുവത്തിലുള്ള പ്ലാന്റുകളാണ്. നന്നായിട്ട് വേര് പിടിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിക്കും. അപ്പോൾ അതിനുള്ളൊരു പോട്ടി മിക്സാണ് ഞാൻ കാണിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ നടുന്ന സമയത്ത് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒന്നും ചേർക്കണ്ട. ഒരു കസ്റ്റമർ ഇത് ചെയ്തു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കേട്ടോ. ഇത് നമ്മളുടെ കൊക്കോ പിറ്റും കൊക്കോ ചിപ്സും കൂടെ ചേർന്നിട്ട് പെർലൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് മിക്സ് ചെയ്യാത്തത്. ഇത് കണ്ടോ, കൊക്കോ ചിപ്സ് കണ്ടോ, ഇങ്ങനെയുള്ള ഇത് നല്ല ട്രീറ്റഡ് ആയിരിക്കണം കേട്ടോ. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർ ഇങ്ങനെ എന്താ നമ്മളുടെ ഇഷ്ടിക കഷ്ണം പോലത്തെ അങ്ങനത്തെ ഉള്ള ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കൊക്കോപിറ്റായിരിക്കും. അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്ത്, ഇങ്ങനെയൊക്കെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് ഒന്ന് ഉണക്കിയെടുക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. ഇത് കണ്ട നല്ല ഉണങ്ങിയിരിക്കുന്ന പോട്ടി മിക്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് ഒട്ടും നനവില്ല. അതിനുശേഷം നമുക്ക് നനച്ചു കൊടുക്കാം. പിന്നെ കൊക്കോപിറ്റും കൊക്കോ ചിപ്സും കൊക്കോപീറ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. കൊക്കോപിറ്റ്, കൊക്കോ ചിപ്സ്, പെർലൈറ്റ്, ഇത് 3 മാത്രമാണ് ഈ പോട്ടി മിക്സിലുള്ളൂ. അതായത് ഞാൻ ഇത് പറയുമ്പോൾ ഈ കൊക്കോ പിറ്റും കൊക്കോ ചിപ്സും നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് പിഴിഞ്ഞ് കളഞ്ഞ് ഉണക്കിയിട്ടുള്ള ഒരു ഇതായിരിക്കണം. അതിനുശേഷം എന്താ ഇത് നമുക്ക് നടണമെങ്കിൽ നമുക്ക് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നടാൻ പറ്റത്തില്ലല്ലോ. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഞാൻ നടുന്ന രീതി ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഇത് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് വെള്ളം വീഴാവുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പോട്ട് എടുക്കുക. ഏറ്റവും ചെറിയൊരു പോട്ട് എടുത്താൽ മതി. നമ്മൾ വലിയ 4-5 പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ് ഈ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. അത് നമുക്ക് തിരിച്ച് നടണേന് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോട്ടിലേക്ക് നിറക്കി. ഇതൊരു 3-5 പോട്ടാണ്. ചെറിയ പോട്ട്, ഈ കുഞ്ഞു പോട്ടുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിലേക്കൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ. അത് ചെറിയ പോട്ടുകളിലേക്കൊക്കെ. ഇതും ഒരു 3 ഇഞ്ച് ഒരു 2 ഇഞ്ച് ഹൈറ്റ്. ഇത് ഒട്ടും തന്നെ നമുക്ക് പോട്ടി മിക്സ് വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് നിറയ്ക്കുക. ഞാനിത് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കൊന്നും ഇല്ല വേറെ ബിഗോണിയുടെ. അപ്പോൾ അത് കാരണം ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് ടൈപ്പാണ്. ഇത് ഞാൻ 3 സ്റ്റെം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല. എന്നിട്ട് നട്ട് വെക്കുകയാണേ. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ 2-3 ആഴ്ച കഴിയുമ്പോൾ ഇത് എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നിറയ്ക്കുക, നന്നായിട്ട് ഫില്ല് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ആ വേരിൻ്റെ ആ നട്ട ഭാഗം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ വെള്ളം കൊടുത്തോളൂ കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് പോട്ടി മിക്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും. ഇത് നേരെ നമുക്ക് മഴയത്തേക്ക് വെക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. ഞാൻ മഴയത്താണ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒടിച്ചത് കുത്തിയിട്ടൊക്കെ അല്ലെങ്കിൽ തിരിച്ച് നട്ടിട്ടൊക്കെ ഞാൻ മഴയത്താണ് വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ധൈര്യമായിട്ട് വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊക്കോപിറ്റും കൊക്കോ ചിപ്സും നന്നായിട്ട് ട്രീറ്റഡ് ആയിരിക്കണം. നമ്മൾ നന്നായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിൻ്റെ കറ ഫുള്ള് കളയുക. 2-3 പ്രാവശ്യമൊക്കെ കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തതായിരിക്കണം കേട്ടോ കൊക്കോ പിറ്റും കൊക്കോ ചിപ്സും. എന്നിട്ട് അതിൻ്റെ കൂടെ പെർലൈറ്റും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ ഏത് രീതിയിലാണ് നടന്നത്. ഇനിയിപ്പോൾ ഈ സെയിം പോട്ടി മിക്സ് നമുക്ക് ഈ ഇതിൽ നടാം കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച പോട്ടി മിക്സിൽ നടാം, ഒരു പ്രശ്നവുമില്ല. മഴയത്തേക്ക് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ വെക്കുന്നത് ഒരു ഷീറ്റും ഇല്ലാത്ത സ്ഥലത്ത് വെറുതെ മഴയത്താണ് വെക്കുന്നത്. ഒരു കുറച്ച് തേക്കിൻ്റെ ചോട്ടിലാണ് ഞാൻ ഇപ്പോൾ നിലവിൽ വെച്ചേക്കുന്നത്. അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നഴ്സറിയുടെ സെറ്റപ്പിലൊന്നും അല്ല വെച്ചേക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെയുള്ള പച്ച ഷീറ്റ് കെട്ടിയിട്ടാണെങ്കിലും നമുക്കൊരു സൺലൈറ്റ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇലകൾ പൊട്ടാതിരിക്കും. എൻ്റെയൊക്കെ ഇലകൾ കുറേയൊക്കെ പൊട്ടിയിട്ടുണ്ട്. എനിക്കത് കെട്ടാനുള്ള ഒരു സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. കാരണം ഒത്തിരി പേർക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനത്തെയുള്ള കുറച്ച് ടിപ്സും കൂടെ തരാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യണവർ വേഗം തന്നെ കാറ്റലോഗ് നോക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.